ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്കതെങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് മെഷർ ചെയ്യാമെന്നുള്ളത് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ കണ്ടക്ടൻസ് മെഷർ ചെയ്യുക റെസിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ്. കാരണം നമുക്കറിയാം കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1/R, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ നമ്മളിത് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുക വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. പക്ഷേ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് നമ്മൾ മെറ്റാലിക് വയർ ആകുമ്പോൾ നമുക്ക് നേരെ കണക്ട് ചെയ്താൽ മതി അല്ലേ, സർക്യൂട്ടിലേക്ക് നേരെ കണക്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് അത് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിവിടെ നമ്മൾ സൊല്യൂഷൻ്റെ കണ്ടക്ടൻസ് മെഷർ ചെയ്യുമ്പം സൊല്യൂഷന് നമുക്ക് മെറ്റാലിക് വയർ പോലെ നേരെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ സെല്ലുണ്ട്. ആ സെല്ലിന് പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി സെൽ. റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ബൈ എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. എ സൊല്യൂഷൻ കനോട്ട് ബി കണക്റ്റഡ് ബൈ എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ലൈക്ക് മെറ്റാലിക് കണ്ടക്ടർ. സോ എ കണ്ടക്ടിവിറ്റി സെൽ ഈസ് യൂസ്ഡ്. ഇനി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു മെറ്റാലിക് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് കറണ്ട് ഡി സി ആണ് യൂസ് ചെയ്യുക. കാരണം ഡി സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗാൽവനോമീറ്ററിൽ കൃത്യമായിട്ട് അതിൻ്റെ റീഡിങ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ സൊല്യൂഷൻ ആവുന്ന സമയത്ത് നമ്മളൊരു കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചിട്ട് സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് സൊല്യൂഷനെ ഡി സി ആയിട്ട് കണക്ട് ചെയ്യുമ്പം അവിടെ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി സെല്ലുമായിട്ട് സൊല്യൂഷനെ ഡി സി കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ചില കെമിക്കൽ റിയാക്ഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പോളറൈസേഷന് വിധേയമാവുകയും റിയാക്ഷൻ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ്റെ കോമ്പോസിഷനിൽ മാറ്റം വരാം, റെസിസ്റ്റൻസിൽ മാറ്റം വരാം. അതുകൊണ്ടാണ് നമ്മൾ ഡി സി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവിടെ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? ആൾട്ടർനേറ്റ് കറണ്ട് എ സി ഉപയോഗിച്ചാൽ മതി. എ സി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. അവിടെ ഗാൽവനോമീറ്ററിൽ പകരം ഹെഡ്ഫോണൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം ഗാൽവനോമീറ്ററിൽ നമുക്ക് എ സി കറണ്ട് ഉപയോഗിച്ച് ഗാൽവനോമീറ്ററിൽ നമുക്ക് റീഡ് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഹെഡ്ഫോണൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെയുള്ള ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. സൊല്യൂഷൻ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, വയറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിക്കും. ഡി സിക്ക് പകരം ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? എ സി ആണ് ഉപയോഗിക്കുന്നത്. ഫോർ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഡയറക്റ്റ് കറണ്ട് ഡി സി കനോട്ട് ബി യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ദ കോമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് സോ ചേഞ്ച് ദ റെസിസ്റ്റൻസ് ഓഫ് സൊല്യൂഷൻ. സോ ആൾട്ടർനേറ്റ് കറണ്ട് എ സി ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൂടെ കണ്ടക്ടിവിറ്റി സെല്ല് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു കണ്ടക്ടിവിറ്റി സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെല്ലാണ്. ആ സെല്ലിൽ എന്തുണ്ട്? രണ്ട് ഇലക്ട്രോഡുണ്ട്, രണ്ട് പ്ലാറ്റിനം ഇലക്ട്രോഡുണ്ട്. ഇത് ഇനേർട്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് എന്ന് പറയാം. അതാണ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊരു സെല്ലിൽ
2 ഇലക്ട്രോഡ് കണക്ട് ചെയ്യും, എന്നിട്ട് അതിലേക്ക് ഒരു വയർ കൊടുക്കും. ഇനി വയറിനെയാണ് നമ്മൾ വെയ്റ്റ്സ് ഓൺ ബ്രിഡ്ജിലോട്ട്, വയേഴ്സാണ് വെയ്റ്റ്സ് ഓൺ ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ഷേപ്പിലുമുള്ള കണ്ടക്ടിവിറ്റി സെല്ലുണ്ട്. അതിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കണ്ടക്ടിവിറ്റി സെല്ലാണ് നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടക്ടിവിറ്റി സെല്ല് എന്ന് പറഞ്ഞാൽ സെല്ലിൽ 2 പ്ലാറ്റിനം ഇലക്ട്രോഡുള്ള അല്ലെങ്കിൽ പ്ലാറ്റിനം കോട്ട് ചെയ്തിട്ടുള്ള പ്ലാറ്റിനം ഇലക്ട്രോഡ് വെച്ചിട്ടുള്ള സെല്ലിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കണ്ടക്ടിവിറ്റി സെല്ലെന്ന് പറയുന്നത്. A variety designs of conductivity cells are available. 2 simple conductivity cells are given above. It consists of 2 platinum electrode coated with platinum black. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ റെസിസ്റ്റൻസൊക്കെ മെഷർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളൊരു കണ്ടക്ടിവിറ്റി സെല്ല് ഉപയോഗിക്കുന്നു. ഈ കണ്ടക്ടിവിറ്റി സെല്ലിൽ നമുക്ക് വീറ്റ്സ് ഓൺ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ട് R മെഷർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. R is equal to rho into L/A. Rho is the resistivity, L is the distance between 2 electrode having cross sectional area A. അത് നമ്മളിവിടെ എല്ലും എയും മെഷർ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് കണ്ടക്ടിവിറ്റി സെല്ല് നമ്മൾ ഓരോ കണ്ടക്ടിവിറ്റി സെല്ല് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മളവിടെ എല്ലും എയും മെഷർ ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടെ അക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് L/A മെഷർ ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാണ്. R is equal to റോയെ നമുക്ക് എങ്ങനെ എഴുതാം, 1/K എന്ന് എഴുതാം. കാരണം K എന്ന് പറഞ്ഞാൽ എന്താണ്, K is equal to കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 1/ρ ആണ്. അതുകൊണ്ട് റോയെ നമുക്ക് എങ്ങനെ എഴുതാം, 1/K എന്ന് എഴുതിക്കൂടെ. 1/K ഇൻറ്റു L/A എന്ന് എഴുതി. അപ്പോൾ L/A എന്ത് കിട്ടി, R ഇൻറ്റു K എന്ന് കിട്ടി. L/A ഈസ് ഈക്വൽ ടു R ഇൻറ്റു K. L/A എന്ന് പറയുന്നത് എന്താണ്, L എന്താണ്, ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ദൂരം. A എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതൊരു മെറ്റാലിക് വയർ ആകുമ്പോൾ അതിൻ്റെ ലെങ്ത്തും ഏരിയയാണ് നമ്മൾ എടുക്കുക. ഇവിടെ സൊല്യൂഷൻ ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലുള്ള ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ അത് ഇലക്ട്രോഡിൻ്റെ ഏരിയയും നമ്മൾ എടുക്കുന്നത്. ഇനി L/A നമ്മൾ മെഷർ ചെയ്യുന്നതിന് പകരം അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കുക. L/A ഈസ് കോൾഡ് സെൽ കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ് അതിന് സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. കാരണം നമുക്കറിയാം, നമ്മളൊരു പെർട്ടിക്കുലർ കണ്ടക്ടിവിറ്റി സെല്ല് കൺസ്ട്രക്ട് ചെയ്തു, അതിൻ്റെ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ദൂരവും ഏരിയയും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലേ, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് L/A ഈസ് കോൾഡ് സെൽ കോൺസ്റ്റൻറ്റ്. അതിനെ നമ്മൾ G സ്റ്റാർ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൽ നമ്മൾ L/A ഓൾറെഡി മെഷർ ചെയ്യും. മെഷർ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യുക, അത് ആ കണ്ടക്ടിവിറ്റി സെല്ലിനെ നമ്മൾ വീറ്റ്സ് ഓൺ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും അല്ലേ. ആ റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി. അവിടെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കണ്ടക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക പൊട്ടാസ്യം ക്ലോറൈഡാണ്. പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ കണ്ടക്ടിവിറ്റി അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി എടുത്തതാണ്. എപ്പോഴും നമുക്ക് എല്ലും എയും മെഷർ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് അവിടെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്കറിയാം. എല്ലാ കോൺസെൻട്രേഷനിലുള്ള കണ്ടക്ടിവിറ്റി നമ്മൾ ഓൾറെഡി കണക്കാക്കിയിട്ടുണ്ട്. ആ കണ്ടക്ടിവിറ്റി ഇൻറ്റു നമ്മൾ വീറ്റ്സ് ഓൺ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തപ്പം കിട്ടിയ റെസിസ്റ്റൻസ് G സ്റ്റാർ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് കാണുന്നത്, ഇതിൻ്റെ റെസിസ്റ്റൻസും അതുപോലെ റെസിസ്റ്റൻസും അതുപോലെ സെൽ കോൺസ്റ്റൻറ്റ് കാണുന്നു. റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി ഉപയോഗിച്ചിട്ട്.
To determine the cell constant of a conductivity cell by measuring its resistance of a standard solution whose conductivity is known instead of measuring L/A. നമുക്കൊരു റീഡിങ് എപ്പോഴും വളരെ അക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ L/A എപ്പോഴും മെഷർ ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ആ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ പിന്നെ മെഷർ ചെയ്തിട്ടുണ്ട് കണ്ടക്ടിവിറ്റി അറ്റ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ. ഓൾറെഡി നമ്മൾ L/A ഒക്കെ മെഷർ ചെയ്തിട്ട് ഓൾറെഡി അത് കണക്കാക്കിയിട്ടുണ്ട്, കൃത്യമായിട്ട് എത്രയെന്നുള്ളത് കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് കിട്ടുന്ന സെൽ കോൺസ്റ്റൻറ്റ് കുറച്ചും കൂടെ അക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ കണ്ടക്ടിവിറ്റി ഓൾറെഡി നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസും മെഷർ ചെയ്യുക. ഏത് കോൺസെൻട്രേഷനിലാണോ അതേ കോൺസെൻട്രേഷനിൽ പൊട്ടാസ്യം ക്ലോറൈഡ് കണ്ടക്ടിവിറ്റി സെല്ലിൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ വിർച്വൽ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി ഓഫ് KCl അറ്റ് ദ സെയിം കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് കിട്ടും? സെൽ കോൺസ്റ്റൻറ്റ് കിട്ടും. അതാണ് അവിടെ പറഞ്ഞത്. ടു ഡിറ്റർമിൻ ദ സെൽ കോൺസ്റ്റൻറ്റ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ by measuring its resistance of a standard solution whose conductivity is known instead of measuring L/A. എന്നുണ്ട് കേട്ടോ. For this purpose, standard solution of KCl at different concentration whose conductivity is known is used. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് പൊട്ടാസ്യം ക്ലോറൈഡിന് നമുക്ക് ഏത് കോൺസെൻട്രേഷനാണോ വേണ്ടത് അല്ലേ, ആ കോൺസെൻട്രേഷനിലുള്ള കണ്ടക്ടിവിറ്റി നമ്മൾ ഓൾറെഡി കണക്കാക്കിയിട്ടുണ്ട്. അതാണ് അപ്പോൾ അവിടെ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്യുക. എങ്ങനെ സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്യുക? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? G* = R × K, അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി. നമുക്കെന്ത് കിട്ടും? അപ്പോൾ നമുക്കറിയാം സെൽ കോൺസ്റ്റൻറ്റ് ഒരു കണ്ടക്ടിവിറ്റി സെൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തുടക്കത്തിൽ മാത്രം നമ്മൾ എന്ത് കണ്ടാൽ മതി? സെൽ കോൺസ്റ്റൻറ്റ് കണ്ടാൽ മതി. എന്നിട്ട് സെൽ കോൺസ്റ്റൻറ്റ് ഇത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും ഫോർ എ ഗിവൺ കണ്ടക്ടിവിറ്റി സെല്ല്. അപ്പോൾ അതിൽ നമുക്ക് ആ കണ്ടക്ടിവിറ്റി സെല്ലിൽ ഏത് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാണാം? എല്ലാ സൊല്യൂഷൻ്റെയും കണ്ടക്ടിവിറ്റി കാണാം. അതാണ് ലാസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞത്. വി ക്യാൻ മെഷർ ദ കണ്ടക്ടിവിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് യൂസിങ് ദാറ്റ് സെൽ കോൺസ്റ്റൻറ്റ് ഇൻ എ ഗിവൺ കണ്ടക്ടിവിറ്റി സെൽ. അപ്പോൾ നമ്മൾ ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണ് ചെയ്യുക? കണ്ടക്ടിവിറ്റി സെല്ല് കൺസ്ട്രക്ട് ചെയ്യും. ഈ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ കണ്ടക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്യും. എന്നിട്ട് നമ്മൾ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യും. അപ്പോൾ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യണം? റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. അതാണ് അടുത്തത് പറയാൻ പോകുന്നത്. മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം? നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം? നമ്മൾ പറഞ്ഞു വീറ്റ്സ്വാൻ ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ഈ വീറ്റ്സ്വാൻ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ അൺനോൺ റെസിസ്റ്റൻസ് R2 എന്നാണ് പറയുക. ടു മെഷർ ദ റെസിസ്റ്റൻസ് ദ കണ്ടക്ടിവിറ്റി സെൽ കണക്റ്റഡ് ടു എ വീറ്റ്സ്വാൻ ബ്രിഡ്ജ് വിത്ത് ആൻ അൺനോൺ റെസിസ്റ്റൻസ് R2. ഇനി ആ വീറ്റ്സ്വാൻ ബ്രിഡ്ജിൽ രണ്ട് നോൺ റെസിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് R3 ആൻഡ് R4. അതുപോലെ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് ആണ് വേരിയബിൾ റെസിസ്റ്റൻസ് R1. ഇനി നമ്മൾ
കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മളുടെ റെസിസ്റ്റൻസ് വേരിയബിൾ റെസിസ്റ്റൻസിൽ ചില ചേഞ്ചസ് വരുത്തും. വേരിയബിൾ റെസിസ്റ്റൻസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിലൂടെ കറൻറ്റ് ഫ്ലോ ഇല്ലാത്തൊരു പൊസിഷനിൽ വേരിയബിൾ റെസിസ്റ്റൻസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിന് പറയുന്ന പേരാണ് നൾ പോയിൻറ്റ്. വെൻ കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് the variable resistance is so adjusted to get no current position. This indicated as null point. At null point, R1 R4 is equal to R3 R2. കാരണം നൾ പോയിൻ്റ് ആക്കി വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നൾ പോയിൻറ്റിൽ അതിൻ്റെ പാരലലായിട്ട് വരുന്ന രണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതാണ് R1 R4 is equal to R3 R2. ഇവിടെ നോക്കാം, നമ്മൾ കണ്ടക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് R2, വേരിയബിൾ റെസിസ്റ്റൻസ് R1. ഇനി R3യും R4ഉം നമ്മൾ പറഞ്ഞു. ആ റെസിസ്റ്റൻസ് ഓൾറെഡി ഒരു വീൽസ്റ്റാൻഡ് ബ്രിഡ്ജിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസാണ് R3 ആൻഡ് R4. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ R1 R4 is equal to R2 R3 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ AC പവർ കൊടുക്കുന്നൊക്കെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ. AC പവർ കൊടുക്കുന്നു, അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവും. എന്നിട്ട് റിയോസ്റ്റാറ്റ് R1 എന്ന് പറയുന്ന വേരിയബിൾ റെസിസ്റ്റൻസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിറ്റക്ടറിൽ 0 ആയിട്ട് കാണിക്കും. കറൻറ്റ് 0 ആയിട്ട് കാണിക്കുന്നതാണ് നൾ പോയിൻറ്റ്. ആ നൾ പോയിൻറ്റിൽ R1 R2 is equal to R1 R4 divided by R3 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെയാണ് മെറ്റാലിക് വയറിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇവിടെ നമ്മൾ കണ്ടക്ടിവിറ്റീസ് എല്ലാം ഉപയോഗിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫോർ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്തു? റെസിസ്റ്റൻസ് മെഷർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് NaOHൻ്റെ കണ്ടക്ടിവിറ്റി ആണ് കാണേണ്ടതെന്ന് വിചാരിച്ചു. 0.5 മോളാർ NaOHൻ്റെ കണ്ടക്ടിവിറ്റി ആണെന്ന് നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് മെഷർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു കണ്ടക്ടിവിറ്റി സെൽ കൺസ്ട്രക്റ്റ് ചെയ്തു. അതിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് നമ്മൾ കണക്കാക്കി. അവിടെ സെൽ കോൺസ്റ്റൻറ്റ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഏത് സൊല്യൂഷൻ എടുത്തു? ആദ്യം പൊട്ടാസ്യം ക്ലോറൈഡ് എടുത്തു. എന്നിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ഇതേപോലെ വീൽസ്റ്റാൻഡ് ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്തിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്തു. പിന്നീട് നമുക്ക് ഏതിൻ്റേതാണ് കാണേണ്ടത്? NaOHൻ്റെ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മളതിൽ എന്തെടുക്കണം? NaOH എടുക്കണം. NaOH എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്നും കൂടെ റെസിസ്റ്റൻസ് വീൽസ്റ്റാൻഡ് ബ്രിഡ്ജിൽ NaOHൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ വീൽസ്റ്റാൻഡ് ബ്രിഡ്ജിൽ കാണും. സെൽ കോൺസ്റ്റൻറ്റ് ഓൾറെഡി നമുക്കറിയാം. അതെപ്പോഴും അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു സെല്ലിന് സെൽ കോൺസ്റ്റൻ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള സെൽ കോൺസ്റ്റൻ്റ് വെച്ചിട്ട് നമ്മൾ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെൽ കോൺസ്റ്റൻ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു റെസിസ്റ്റൻസ്, കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ അപ്പോൾ നമുക്ക് കണ്ടക്ടിവിറ്റി കാപ്പ എന്താ എഴുതാം? സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ അവിടെ K എങ്ങനെ കാണാം? K ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു G സ്റ്റാർ ഡിവൈഡഡ് ബൈ R. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ NaOHൻ്റെ ആണ് കാണണ്ടെങ്കിൽ സെൽ കോൺസ്റ്റൻറ്റ് നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഡിവൈഡഡ് ബൈ അത് NaOHൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ വീൽസ്റ്റാൻഡ് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ട് NaOHൻ്റെ റെസിസ്റ്റൻസ് കാണും. അങ്ങനെയാണ് കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുക. അങ്ങനെ എല്ലാ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമുക്കറിയാം ഈ കണ്ടക്ടിവിറ്റി എപ്പോഴും ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കോൺസെൻട്രേഷൻ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിയിൽ മാറ്റം വരും. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നൊരു ടേമാണ് മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വലൻ്റ് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി. രണ്ട് രീതിയിലും പറയാറുണ്ട് കേട്ടോ.
കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റി രണ്ടും ഉപയോഗിക്കാറുണ്ട്. രണ്ടും ഒരേ മീനിങ്ങിൽ തന്നെയാണ് ഉപയോഗിക്കുക. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം, കണ്ടക്റ്റൻസും നമുക്ക് പറയാം. കാരണം നമുക്കറിയാം കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും തമ്മിൽ വ്യത്യാസം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടക്റ്റൻസ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്റ്റൻസ് when L is equal to 1 centimeter and A is equal to 1 centimeter square. അവിടെ നമുക്കറിയാം കണ്ടക്റ്റൻസ് ഇസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മൾ രണ്ടിനെയും ഒരേ ടേമിൽ തന്നെ പറയാറുണ്ട് കേട്ടോ. മോളാർ കണ്ടക്റ്റൻസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. മോളാർ കണ്ടക്റ്റൻസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. നമുക്കത് മതി. ഞാൻ ഇലക്ട്രോലൻ കണ്ടക്ടിവിറ്റി ഞാൻ തന്നു എന്നുള്ളൂ. കൂടെ molar conductance is the conductivity of 1 mole of electrolytic solution placed between two electrodes having cross-section area A separated by a distance of L. ഒരു മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. സൊല്യൂഷൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ഹാവിങ് ക്രോസ് സെക്ഷൻ ഏരിയ എ ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് എൽ. ഒരു മോള് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിക്കാണ് മോളാർ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. അതിന് നമ്മൾ ലാംഡ എം എന്ന് പറയും. ഇസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 mole of electrolytic solution placed between two electrodes having area of cross section A separated by a distance of L. Molar conductivity is denoted by lambda m. Lambda m is equal to K by C ആണ്. കാരണം അതിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം നമ്മൾ 1 mole അവിടെ നമ്മൾ കോൺസെൻട്രേഷൻ പറയുന്നത് കൊണ്ടാണ് ലാംഡ ഇസ് ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ സി എന്ന് പറയും. സി ഈസ് ദ കോൺസെൻട്രേഷൻ. ഇനി സി നമ്മൾ മൊളാരിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ലാംഡ നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. മൊളാരിറ്റിയിലാകുമ്പോൾ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നോക്കാം. അവിടെ നമുക്കറിയാം മൊളാരിറ്റി നമ്മൾ പറയുമ്പം എന്താണ് മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷനാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്ററിലാണ്. അതുകൊണ്ട് നമ്മളതിനെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 1000 cm³ അല്ലെങ്കിൽ 1 liter ഓഫ് സൊല്യൂഷൻ എന്നാണ് മൊളാരിറ്റിയെ ഡിഫൈൻ ചെയ്യുക. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതും? ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം എന്നാണ്. കെ കോൺസെൻട്രേഷന് കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം. ഇപ്പോൾ മൊളാരിറ്റിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പം ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം. ഇത് രണ്ട് ഇക്വേഷനും ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാവും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നുള്ളൂ ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി. ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 normal solution of electrolyte placed between two electrodes having area of cross section A separated by distance of L. നമ്മൾ എന്താണ് 1 normal solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് gram equivalents of solute present in 1 liter of solution. നമ്പർ ഓഫ് മോൾസ് അല്ല, അവിടെ നമ്മൾ ഇക്വലൻ്റ് വെയിറ്റ് ആണ്. ഇക്വലൻ്റ് വെയിറ്റ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണുക. അതിനാണ് നമ്മൾ നോർമാലിറ്റി എന്ന് പറയുക. അപ്പോൾ അവിടെ 1 normal solution നമ്മൾ ലാബിലൊക്കെ നമ്മൾ നോർമാലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. നോർമാലിറ്റി നമുക്ക് എങ്ങനെ കിട്ടുക? വെയിറ്റ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോർമാലിറ്റി കാണുക. അപ്പോൾ ഇവിടെ മൊളാരിറ്റിക്ക് പകരം നമ്മൾ എന്താ എടുക്കുന്നത്? നോർമാലിറ്റിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി ഓഫ് 1 normal solution of electrolyte placed between two electrodes having area of cross section A separated by distance of L എന്ന് പറയുന്നു. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി അങ്ങനെ നമ്മൾ ഇക്വേഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇക്യു ഇക്വലൻ്റ് ആയിട്ട് ലാംഡ ഇക്യു എന്ന് ഇസ് ഈക്വൽ ടു കെ ബൈ സി ആണ്. സി നമുക്കറിയാം നോർമാലിറ്റിയിലായതുകൊണ്ട് ലാംഡ ഇക്യു ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇനി കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് നോക്കാം.
എന്താ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്? എസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ പറയും ലാംഡ എം ആണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞത്, അപ്പോൾ അത് മാത്രം നമുക്കിവിടെ മെൻഷൻ ചെയ്താൽ മതി. ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അവിടെ എസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് 1000 എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു 1000 അവിടെ നമ്മൾ കിട്ടുന്നത് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്നാണ്. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ ലിറ്റർ എന്നാണ് അവിടെ നമ്മൾ പറയുക. ഡിവൈഡഡ് ബൈ മൊളാരിറ്റിയുടെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് അറിയാം, ലിറ്ററും ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ തന്നെ പെർ ലിറ്റർ ക്യാൻസൽ ചെയ്ത് പോയി. സെൻറ്റിമീറ്റർ റേസ് ടു -1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്താണ് യൂണിറ്റ് വരിക? എസ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ വരും. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, എ കണ്ടക്ടിവിറ്റി സെൽ വെൻ ഫിൽഡ് വിത്ത് 0.01 molar KCl has resistance of 745. When the same cell was filled with 0.05 molar calcium chloride solution, the resistance was 876. Calculate cell constant of a solution if conductivity of KCl at 0.01 molar is 0.14114 S centimeter inverse and calculate molar conductivity of calcium chloride. ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദ്യത്തിൽ നമുക്ക് എന്തൊക്കെ കാണണം? ഒന്ന് സെൽ കോൺസ്റ്റൻറ്റ് കാണണം. സെൽ കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടിയിട്ട് KCl 0.01 മോളാർ KClൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടിയിട്ട് 0.1 മോളാർ KCl സെൽ കണ്ടക്ടിവിറ്റി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.14114 തരും. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെൽ കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടിയിട്ട് കണ്ടക്ടിവിറ്റി KClൻ്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? കാൽസ്യം അതിൻ്റെ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് കാണണം. കണ്ട ശേഷം കാൽസ്യം ക്ലോറൈഡിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി കാണണം. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ ഇവിടെ എഴുതുമ്പോൾ 2 റെസിസ്റ്റൻസ് ക്വസ്റ്റ്യനിലുണ്ടാവും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കണം, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് കാണണം. എങ്ങനെ സെൽ കോൺസ്റ്റൻറ്റ് കാണുക? റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി ഓഫ് KCl. ഞാനത് അങ്ങനെ കൊടുത്തതാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടക്ടിവിറ്റി എന്ന് കാണും, റെസിസ്റ്റൻസ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ കാൽസ്യം ക്ലോറൈഡ് റെസിസ്റ്റൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റൻസ് ഇൻറ്റു കണ്ടക്ടിവിറ്റി ഓഫ് KCl എന്ന് കൊടുത്തത്. അപ്പോൾ സെൽ കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. KClൻ്റെ റെസിസ്റ്റൻസ് എത്ര കൊടുത്തത്? 745 ഇൻറ്റു അതിൻ്റെ കണ്ടക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട് 0.14114. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 105.14 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടി. ഇനി നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് കിട്ടി. ഇനി അതേ കണ്ടക്ടിവിറ്റി സെല്ലിൽ നമ്മൾ എന്തെടുക്കുന്നു? കാൽസ്യം ക്ലോറൈഡ് എടുക്കുന്നു. കാൽസ്യം ക്ലോറൈഡ് എടുത്തിട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടിയ റെസിസ്റ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് റെസിസ്റ്റൻസ് അവിടെ 876 കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഇക്വേഷൻ എന്ത് കണ്ടക്ടിവിറ്റി എങ്ങനെ കാണാം? സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ R റെസിസ്റ്റൻസ് എന്ന് കാണാം. എത്ര കിട്ടിയപ്പോൾ? 105.14 ഡിവൈഡഡ് ബൈ 876. അപ്പോൾ കണ്ടക്ടിവിറ്റി കപ്പ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 0.12. അതിൻ്റെ യൂണിറ്റാണ് എസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് കണ്ടക്ടിവിറ്റി കിട്ടി. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി കാണണമെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റി അറിയണം. അതാണ് നമ്മൾ ആദ്യം കണ്ടക്ടിവിറ്റി കാപ്പ കണ്ടത്. അപ്പോൾ ലാംഡ എം ഇസ് ഈക്വൽ ടു K ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M. അപ്പോൾ അവിടെ K തന്നിട്ടുണ്ട്. K നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടി 0.12
ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം 0.05 ആണ്. അപ്പോൾ എത്ര കിട്ടി? 2400 cm²/mol. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം സെൽ കോൺസ്റ്റൻറ്റ് കാണണം. ചില ചോദ്യത്തിൽ സെൽ കോൺസ്റ്റൻറ്റ് ഓൾറെഡി തന്നിട്ടുണ്ടാവും, സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കാണേണ്ട കാര്യമില്ല, സെൽ കോൺസ്റ്റൻറ്റ് കാണണ്ട, നേരിട്ട് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടാൽ മതി. കെ മെഷർ ചെയ്തിട്ട് ലാംഡ മെഷർ ചെയ്താൽ മതി. എന്നാൽ ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിൽ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടിട്ടില്ല, സെൽ കോൺസ്റ്റൻറ്റ് തന്നിട്ടില്ല. പകരം എന്താ തന്നത്? പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ റെസിസ്റ്റൻസും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് തന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്തിട്ടാണ് മോളാർ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി മറ്റൊരു രീതിയിൽ പ്രോബ്ലം തരാറുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.8 മോളാർ NaOH സൊല്യൂഷൻ എൻക്ലോസ്ഡ് ഇൻ സിലിണ്ടറിക്കൽ കണ്ടക്ടിവിറ്റി സെൽ ഹാവിംഗ് ഡയമീറ്റർ ഓഫ് 20 cm and distance between two electrode is 70 cm. Calculate cell constant rho, K and lambda m if resistance is 1500 ohm. ഇവിടെ നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് തന്നിട്ടില്ല, KCLൻ്റെ കണ്ടക്ടിവിറ്റിയും തന്നിട്ടില്ല. പകരം എന്താ തന്നത്? L/Aക്കുള്ള റീഡിംഗ് ആണ് തന്നത്. അപ്പം ഇങ്ങനെയും പ്രോബ്ലം വരാറുണ്ട്. L നമുക്ക് എത്രയാണ് കിട്ടിയത്? L ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് L? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ് എത്രയാണ്? 70 cm ആണ്. ഇത് ചില ക്വസ്റ്റ്യനിൽ ഹൈറ്റ് ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. അതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ എന്താക്കി എടുക്കണം, അവിടെ എല്ലാക്കി എടുക്കണം. അപ്പോൾ അവിടെ ഒരു സിലിണ്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ് എല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ L നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് πr² ആണ്. A = πr² ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് G സ്റ്റാർ മെഷർ ചെയ്യാം. അപ്പോൾ L/A എത്ര കിട്ടി? A എന്ന് പറഞ്ഞാൽ എന്താണ്? πr² ആണ്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. G സ്റ്റാർ = 70 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു R എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയമീറ്റർ ആണ് 20 cm. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? ഡിവൈഡഡ് ബൈ 2 കിട്ടും. 20 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 10 ആണ്. അതാണ് അവിടെ 10² എന്ന് പറഞ്ഞ് കൊടുത്തത്. 70 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 10² എത്ര കിട്ടും? 0.2229 cm ഇൻവേഴ്സ് കിട്ടി. അപ്പോൾ നമ്മൾ സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R = നമുക്ക് പല രീതിയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളൊരു ഇക്വേഷൻ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നു എന്നുള്ളൂ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. R = ρ × L/A. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യന് സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. നേരിട്ട് ഇവിടെ L/A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ അവിടെ R = ρ × L/A. L/A നമ്മൾ ഓൾറെഡി കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. R അവിടെ 1500 Ohm അല്ലേ? നമുക്ക് റോ കിട്ടും അല്ലേ? റെസിസ്റ്റിവിറ്റി റോയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി കാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ K = 1/ρ. കാപ്പ = 1/ρ എന്ന് കിട്ടും. അപ്പോൾ 1/ρ എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 6729.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.48 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടും അല്ലേ? ഇനി ഇവിടെ അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ നമ്മൾ K × 1000 ഡിവൈഡഡ് ബൈ M എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കും. അവിടെ നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.8 മോളാറാണ്. അതുകൊണ്ട് 1.48 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 0.8 ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 0.185 cm²/mol. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ മെഷർമെൻറ്റും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.